കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിൽ പിണറായി സർക്കാരിനുള്ള വീഴ്ചകൾ തുറന്നുകാട്ടി പ്രചാരണം തുടങ്ങാൻ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ തീരുമാനം. വീഴ്ചകൾ കണ്ടെത്തുന്നതിനായി ഒരു കോർ ഗ്രൂപ്പിനെ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റ സാധ്യതയുള്ള തദ്ദേശ സ്ഥാനങ്ങളുടെ പട്ടിക നൽകാനും ജില്ലാ നേതൃത്വങ്ങൾക്ക് നിർദ്ദേശം നൽകി. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ചേർന്ന ആദ്യ ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ തീരുമാനമെടുത്തു. കേന്ദ്രം അവഗണിക്കുന്നതായ സംസ്ഥാന സർക്കാരിന്റെ പ്രചാരണത്തെ വസ്തുതാപരമായി ചെറുക്കണമെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശം. ഇതിനായി കേന്ദ്രത്തിന്റെ ജനക്ഷേമ പദ്ധതികൾ ഏതൊക്കെയാണെന്നും അതിൽ പിണറായി സർക്കാർ നടപ്പാക്കാത്തത് ഏതൊക്കെയാണെന്നുമുള്ള പട്ടിക ശേഖരിക്കും. ഇതിനായി ഒരു കോർ ഗ്രൂപ്പിനും രൂപം നൽകിയിട്ടുണ്ട്. വി മുരളീധരൻ, ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, കെ സുരേന്ദ്രൻ, പ്രകാശ് ജാവദേക്കർ, അപരാജിത സാരംഗി എന്നിവരടങ്ങിയ സംഘം ഇതിനുള്ള ആസൂത്രണങ്ങൾ നടത്തും. രാഷ്ട്രീയ പ്രബുദ്ധത ഏറെയുള്ള കേരളത്തിൽ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ട് മാത്രമേ മുന്നേറാൻ സാധിക്കൂവെന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ ടീമിന് ബോധ്യമുണ്ട്. ഇത്തരം നീക്കങ്ങൾ എത്ര കണ്ട് വിജയിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇതിനൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ ലക്ഷ്യമായ തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങളും തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ സംസ്ഥാന ഭാരവാഹി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ ലക്ഷ്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ ഭരണമുള്ള തദ്ദേശ സ്ഥാപനങ്ങളും വാർഡുകളും വിജയിക്കണം. ഇതിനു പുറമെ പുതിയതായി ജയിക്കാൻ സാധ്യതയുള്ള തദ്ദേശ വാർഡുകൾ, മികച്ച മുന്നേറ്റം കാഴ്ചവയ്ക്കാൻ പറ്റുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുടെ പട്ടികയും തയ്യാറാക്കുകയാണ്. 30 ജില്ലാ പ്രസിഡന്റുമാർക്കും ഇതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകും. വൈകാതെ വീണ്ടും കോർ കമ്മിറ്റി ചേർന്ന് പ്രവർത്തനങ്ങൾക്ക് അന്തിമ രൂപം കൊടുക്കും. പുതിയ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം ശേഖരിച്ച് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളെ തീരുമാനിക്കും. അതുവരെ നിലവിലെ ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ഇപ്പോഴുള്ള സംവിധാനം പോലെ പ്രവർത്തിക്കും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.